സാധാരണ രീതിയിൽ ഒരു പഞ്ചായത്ത് ഭരണം കയറിക്കഴിഞ്ഞാൽ പല ആളുകൾക്കും പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളായിരിക്കും രാഷ്ട്രീയ പാർട്ടികളിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അവരിൽ ചില ആളുകൾ മാത്രം നിയന്ത്രിച്ചുകൊണ്ട് ആ ഭരണം മുന്നോട്ട് പോകും. ഓരോ സ്ഥലത്തും അതിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടാവും. പാർട്ടി ഓഫീസുകളിലിരുന്ന് അതിൻ്റെ ആശയങ്ങളും എവിടെ ചെലവാക്കണം, ആർക്ക് ചെലവാക്കണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കും, അത് നടപ്പിലാക്കും. ഇവരെല്ലാം അധികാരത്തിൽ കയറുമ്പോൾ ഈ 5 വർഷക്കാലത്തിനുള്ളിൽ ആ അധികാരം കൊണ്ട് എത്രമാത്രം സമ്പാദിക്കാം, ഏതെല്ലാം മേഖലകളിൽ നമുക്ക് അത് മുടക്കിയാലാണ് കൂടുതൽ സമ്പാദിക്കാൻ സാധിക്കുക. അല്ലാതെ ആരും ആ നാടിനെ പറ്റിയോ അവിടുത്തെ ജനങ്ങളെ പറ്റിയോ അവിടുത്തെ ക്ഷേമത്തെ പറ്റി ആരും ആലോചിക്കാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വ്യത്യസ്തമാകുന്നത്. നമ്മളെ സംബന്ധിച്ച് ജനങ്ങളാണ് നമ്മളെ അധികാരമേൽപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷകൾ അവരുടെ മനസ്സുകളിലുണ്ട്. കഴിഞ്ഞ 73 വർഷക്കാലമായിട്ട് മാറി മാറി പല രാഷ്ട്രീയ പാർട്ടിക്കാരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവർ വോട്ട് ചെയ്തു. പക്ഷേ എല്ലാവരെയും നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ഓരോരുത്തരും ഭരണം അവസാനിപ്പിച്ചത്. നമ്മുടെ ഭരണം 5 വർഷം പൂർത്തിയാകുമ്പോൾ ഇവിടുത്തെ ജനങ്ങളാണ് വിളിച്ചു പറയേണ്ടത് 2020 വ്യത്യസ്തമായിരുന്നു. 2020യുടെ ഭരണം ഞങ്ങളുടെ ജീവിത നിലവാരം, ഞങ്ങളുടെ കുടുംബങ്ങളിലെ സന്തോഷം ഇതെല്ലാം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് ഇവിടുത്തെ ജനങ്ങൾ പറയണം. ആ സാഹചര്യത്തിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ വളരെ അച്ചടക്കത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറണം. കാരണം ഇന്ന് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട മെമ്പർമാരാണ്. ആ നാടിനെ സേവിക്കുന്ന, ആ നാടിന്റെ ചുമതല ഏറ്റിരിക്കുന്ന അധികാരികളാണ് നിങ്ങൾ. അപ്പൊ മുന്നിൽ നിന്ന് നയിക്കുന്നവര് ആ നാടിന് മാതൃകയാവണം. അവരുടെ കുടുംബവും ആ നാടിന് മാതൃകയാവണം. ഓരോ പഞ്ചായത്തിലും ഒരു മെമ്പർ ഏതെങ്കിലും രീതിയിലുള്ള ഈ പ്രസ്ഥാനത്തിന് കളങ്കം വരുത്തുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അത് ബാധിക്കുന്നത് ആ ഭരണസമിതിയെ മൊത്തത്തിലാണ്, ഈ പ്രസ്ഥാനത്തെ മൊത്തത്തിലാണ് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ വളരെ അച്ചടക്കത്തോടും ചിട്ടയോടും കൂടിയുള്ള ഒരു പ്രവർത്തന രീതിയാണ് നമ്മൾ അവലംബിക്കേണ്ടതായിട്ടുള്ളത്. ആദ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അഴിമതി പൂർണ്ണമായിട്ടും നമുക്ക് തുടച്ചു നിൽക്കാൻ സാധിക്കണം. അത് നമ്മുടെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ, അവിടെയുള്ള വില്ലേജ് ഓഫീസുകളായിക്കോട്ടെ, ആ പഞ്ചായത്തിൽ നിലകൊള്ളുന്ന എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അഴിമതിയുടെ പേരിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. അവിടെയാണ് ഭരണസമിതി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒരു പാവപ്പെട്ടവൻ ആ ഓഫീസിലേക്ക് കയറി വരുമ്പോൾ പൈസ കൊടുത്താൽ മാത്രമാണ് അവിടെ കാര്യങ്ങൾ നടക്കുക എന്നുള്ള ആ ഒരു ചിന്താഗതി നമ്മൾ മാറ്റിയെടുക്കണം. എല്ലാ ആളുകളും ഒരുപോലെ കണ്ടുകൊണ്ട്, കാരണം പാവപ്പെട്ട ആളുകൾ വരുന്നുണ്ട്, പണക്കാരായിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്, 2020കാർ വരുന്നുണ്ട്, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാര് അവിടെ വരുന്നുണ്ടാവാം. നമ്മൾ മത്സര രംഗത്ത് വരുമ്പോൾ LDFനെയും UDFും ഒക്കെ ആയിട്ട് നമ്മൾ മത്സരിച്ചു. പക്ഷേ നമ്മൾ ഭരണം ഏറ്റെടുക്കുമ്പോൾ അത് പൊതുജനങ്ങളുടെ സ്വത്താണത്. പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അത് ആ നാട്ടിലെ ഓരോ പൗരന്മാർക്കും അവകാശപ്പെട്ടതാണത്. അതിൽ LDF ഇല്ല, UDF ഇല്ല, BJP ഇല്ല, 2020 ഇല്ല. അപ്പോൾ അവിടെ വരുന്ന ഓരോ ആളുകൾക്കും ഒരേപോലെ നീതി നടപ്പിലാക്കി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു ഭരണ സംവിധാനമായിരിക്കണം നമുക്ക് കൊണ്ടുവരേണ്ടത്. നമ്മളെ എതിർത്തവരുണ്ടാവാം, തെറി വിളിച്ചവരുണ്ടാവാം, അവഹേളിച്ചവരുണ്ടാവാം.
ഭരണത്തിലിരിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ എല്ലാവരും തുല്യരായിരിക്കണം. ഒരിക്കലും ആരുടെയും മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകൾ വന്നുകൂടാൻ പാടില്ല. അപ്പം നിയമപരമായിട്ടുള്ള ഓരോ പൗരന്മാരുടെയും ആ നാട്ടിലുള്ള ഓരോരുത്തരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഭരണസമിതിയായിട്ട് നമ്മൾ മാറണം. പലപ്പോഴും പല പഞ്ചായത്തുകളിലും ഓരോ മെമ്പർമാരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ, അല്ലെങ്കിൽ വാർഡ് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ 2020 പ്രവർത്തകരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരാറുണ്ട്. അതൊരിക്കലും വരാൻ പാടില്ല. കാരണം അവിടെയുള്ള സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ എന്തുമായിക്കോട്ടെ, പുതുതായിട്ടുള്ള കെട്ടിടങ്ങളായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും വളരെ സുതാര്യമായിട്ടുള്ള ഒരു നയമായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. സുതാര്യമെന്ന് പറയുമ്പോൾ നിയമപരമായിട്ട് അർഹതപ്പെട്ടതാണെങ്കിൽ ആരുടെയും സ്വാധീനത്തിന് വഴങ്ങി അത് നിഷേധിക്കപ്പെടാൻ പാടില്ല. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ആ ഭരണസമിതി അത് ഉറപ്പുവരുത്തണം നമ്മൾ. അപ്പോൾ പാവപ്പെട്ടവനും സാധാരണക്കാരനും പണക്കാരനും രാഷ്ട്രീയക്കാരനും അവൻ ഏത് രാഷ്ട്രീയമായാലും ശരി, അവർക്കെല്ലാവർക്കും തുല്യനീതി നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കണം. അത് തന്നെയായിരിക്കണം നമ്മുടെ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വിജയവും. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടില് ഭൂരിഭാഗം ആളുകളും ഒരു ദിവസം അവൻ ജോലിക്ക് പോയില്ലെങ്കിൽ അവൻ്റെ കുടുംബം പട്ടിണിയാവുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. പലപ്പോഴും സർക്കാർ ഓഫീസുകൾ എന്ന് പറയുമ്പോൾ അവൻ ഒരു ദിവസത്തെ ജോലി ഉപേക്ഷിച്ച് ആ ഓഫീസിൽ വന്നു കഴിയുമ്പോൾ നാളെ വാ, അടുത്ത ആഴ്ച വാ, പിന്നീട് വാ, ആ ഒരു സംവിധാനം പൂർണ്ണമായിട്ട് നമുക്കില്ലാതെയാക്കണം. ഒരാള് ആരുമായിക്കോട്ടെ, നമ്മൾ അവനായിട്ട് മാറണം. അവൻ്റെ മനസ്സ് അവൻ്റെ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ മാറണം. അവൻ്റെ അവകാശം ചോദിച്ചാണ് വരുന്നത്. ഏത് സർട്ടിഫിക്കറ്റുകളായാലും അവൻ ഒരു ദിവസത്തെ അവൻ്റെ ജോലി ഉപേക്ഷിച്ച് ആ ഓഫീസിന്റെ പടി കയറുമ്പോൾ നമ്മൾ ഉറപ്പാക്കണം അവൻ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് തിരിച്ചു പോകുന്നത് എന്ന്. ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അതുപോലെ നമ്മുടെ സംവിധാനം മാറിയേ പറ്റൂ. ഒരാളും രണ്ടാമത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആ ഓഫീസിലേക്ക് കടന്നു വരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. അതിനുള്ള സംവിധാനങ്ങൾ ഓരോ ആളുകളും ആരാണ് അവിടെ വരുന്നത്, അവര് ആ കാര്യം പൂർത്തീകരിച്ചുകൊണ്ടാണോ പോകുന്നത് എന്ന് ഉറപ്പുവരുത്താനായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പാട് ചെയ്യുന്നതാണ്. അതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. ഇനി ഏതെങ്കിലും സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്കത് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുത്തി നോക്കാം എന്ന് പറഞ്ഞ് എല്ലാ കഷ്ടപ്പാടുകളും കൊടുത്ത് വൈകുന്നേരം ആവുമ്പോൾ ശരി നാളെ ശരിയാക്കാം, ആ ഒരു സംവിധാനവും പാടില്ല. നമുക്ക് ഇന്ന് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അത് അരമണിക്കൂറിലോ ഒരു മണിക്കൂറിനോ ഉള്ളിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ സർട്ടിഫിക്കറ്റുകൾ, അല്ലെങ്കിൽ അവൻ എന്തിനു വന്നോ ആ സർട്ടിഫിക്കറ്റുകൾ അവിടെ അവരുടെ വീടുകളിൽ എത്തിക്കുക എന്നുള്ളത് 2020 മെമ്പർമാരോ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ ഏറ്റെടുക്കണം. ഒരു കാരണവശാലും രണ്ടാമത് ആ കാര്യത്തിന് വേണ്ടിയിട്ട് ആ പഞ്ചായത്തിലേക്ക് ആള് വരാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കരുത്. വരുന്നവര് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ അറിവ് വളരെ കുറവായിരിക്കാം. അത് മനസ്സിലാക്കിക്കൊണ്ട് അറിവുള്ള നമ്മൾ, വിദ്യാഭ്യാസമുള്ള നമ്മൾ അവരെ ബോധവൽക്കരിക്കേണ്ടതും അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും അല്ലെങ്കിൽ അതിന് സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയിലായിരിക്കണം എല്ലാ മെമ്പർമാരും പ്രവർത്തിക്കേണ്ടത്. മെമ്പർമാർ എന്ന് പറയുമ്പോൾ
ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളുമായിട്ടുള്ള ഒരു ലിങ്കാണ് നമ്മൾ. അതിനുള്ളിലുള്ള മധ്യസ്ഥരായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അവിടെ കടന്നു വരുന്ന ഓരോ ആളുകളുടെയും ക്ഷേമം, അവരെന്തിനു വരുന്നോ അത് നമ്മൾ ഉറപ്പാക്കേണ്ടത് ആ വാർഡിലെ മെമ്പർ ഇല്ലെങ്കിൽ അടുത്ത മെമ്പർ ഏറ്റെടുക്കണം. ഓരോ ആളുകളെയും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന രീതിയിൽ സ്വീകരിച്ച് അവരെ നല്ല രീതിയിൽ അവർ പറയണം, പുറത്തേക്ക് പോകുമ്പോൾ പറയണം, പഞ്ചായത്ത് മാറിയിരിക്കുന്നു. എത്ര നല്ല രീതിയിലാണ് അവർ പെരുമാറുന്നത്. നമ്മളെ വീട്ടിലേക്ക് കയറ്റുന്ന പോലെ തന്നെയാണ് അവർ പെരുമാറുന്നതും കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ആളുകൾ പറയണം. ആ രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനം മാറണം. നമ്മുടെ അവിടെ വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, മറ്റു സ്ഥാപനങ്ങളുണ്ട്. പല പഞ്ചായത്തുകളിലും ഇപ്പോൾ തന്നെ എനിക്കറിയാം പല കെട്ടിടങ്ങളുടെയും നമ്പർ ഇട്ട് കൊടുക്കാതെ അല്ലെങ്കിൽ ലൈസൻസ് കൊടുക്കാതെ അഴിമതി നടത്താനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരു വ്യവസായമായിക്കോട്ടെ, സ്ഥാപനങ്ങളായിക്കോട്ടെ, കെട്ടിടമായിക്കോട്ടെ, വീടായിക്കോട്ടെ, അവരുടെ അറിവുകേട് കൊണ്ടോ അല്ലെങ്കിൽ അബദ്ധം കൊണ്ടോ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ജീവിതകാലം മുഴുവൻ ശിക്ഷിക്കുന്ന ഒരു സംവിധാനമായിട്ട് പഞ്ചായത്തുകൾ മാറരുത്. അത് എങ്ങനെ തിരുത്തി? ഇപ്പോ ഉദാഹരണത്തിന് ഒരു വ്യവസായ സ്ഥാപനം അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ ആയിട്ടുള്ള ബിൽഡിംഗ്, അതിന്റെ ഫയർ NOC ഇല്ല എന്ന് പറഞ്ഞ് അവനെ 6 മാസം നടത്തിക്കുക, അവനിൽ നിന്ന് കാശ് മേടിക്കുക, അത് തീർച്ചയായിട്ടും നിർത്തണം. അങ്ങനെ വരുന്നവരെ നമ്മൾ വിളിച്ചിരുത്തി എന്താണ് അവന്റെ തെറ്റ് തിരുത്തേണ്ടത്, അതിനെത്ര സമയം വേണം, 6 മാസമെങ്കിൽ 6 മാസം, 1 വർഷമെങ്കിൽ 1 വർഷം. കാരണം സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ചിലപ്പോൾ. അത് കേൾക്കാനും മനസ്സിലാക്കാനുമായിട്ടുള്ള ഒരു മനസ്സ് നമ്മൾ ഓരോരുത്തരും കാണിക്കണം. അത് ഉദ്യോഗസ്ഥന്മാരുടെ തോന്നിവാസം കാണിക്കാനായിട്ടുള്ള ഒരു സംഭവമായിട്ട് അതിനെ മാറ്റരുത്. അപ്പോ ഒരു സ്ഥാപനം പോലും നിന്നു പോകാൻ പാടില്ല, ഒരു സ്ഥാപനം പോലും പൂട്ടിപ്പോകാൻ പാടില്ല. അവിടെ തൊഴിലുണ്ടാവണം, തൊഴിൽ സൃഷ്ടിക്കണം, സ്ഥാപനങ്ങൾ നടക്കണം, ടാക്സ് വരണം, വികസനങ്ങൾ നടക്കണം. അതായിരിക്കണം നമ്മുടെ നയം. അല്ലാതെ ഉള്ള സ്ഥാപനങ്ങളെ തടസ്സം ചെയ്ത് അത് നിർത്തലാക്കുക, പുതിയ സ്ഥാപനങ്ങൾ വരാതിരിക്കാൻ നോക്കുക, ആ ഒരു നയം നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഏതെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിരുത്തി വളരെ നല്ല രീതിയിൽ സംസാരിച്ച് എത്ര ദിവസം വേണം, അതുകൊണ്ട് അവന്റെ പ്രവർത്തനം നിൽക്കാനോ അത് പൂട്ടിപ്പോകാനോ ഉള്ള ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കാൻ പാടില്ല. ആ ഓഫീസ് പൂർണ്ണമായിട്ടും ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ആ നാടിന് വേണ്ടിയിട്ട്, നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട്, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് പ്രവർത്തിക്കണം. ആരെയും ഒതുക്കാനോ വിരോധം തീർക്കാനോ ഇല്ലാതെയാക്കാനോ അവനെ നശിപ്പിക്കാനോ ആയിട്ട് അധികാരം നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല.